ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ നമ്മളൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തം മകൻ തന്നെ അവന്റെ ഉമ്മായെ അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. വളരെയധികം സങ്കടം തോന്നി. കാരണം ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു മകനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ വളർത്തിയത്. അവന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ വളർത്തിയത്. അങ്ങനെ അവർക്ക് എന്താ പറയുക, അവർക്ക് ബ്രെയിൻ ട്യൂമർ ആ ഒരു അസുഖം നമുക്കറിയാം. അതിന്റെ ആ ഒരു രോഗത്തിന്റെയൊക്കെ തീവ്രത അല്ലെങ്കിൽ അത് എത്രത്തോളം ആണെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ബ്രെയിൻ ട്യൂമർ അവർക്ക് ബാധിക്കുകയും അതിന്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ റെസ്റ്റിലായിരുന്നു. അപ്പൊ ഈ ഒരു മകനെ സംബന്ധിച്ചിടത്തോളം പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ലഹരി ഉപയോഗം അങ്ങനെയുള്ള ആ ഒരു രീതിയിലേക്ക് ആ ഒരു പയ്യൻ മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഒരു ലഹരിയുടെ ഉപയോഗവും അങ്ങനെയുള്ള ഒരുപാട് രീതിയിലേക്ക് ഈ ഒരു പയ്യന്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ മാറിയതിനു ശേഷം ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാംഗ്ലൂരുള്ള ഒരു ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു ഈ ഒരു പയ്യൻ. അപ്പൊ ഈ ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. അങ്ങനെ അവർക്ക് അതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരവരുടെ സഹോദരിയുടെ വീട്ടിലാണ് ഈ ഒരു ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട്, ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് സഹോദരിയുടെ വീട്ടിലാണ് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. അപ്പൊ ഈ മോൻ അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്, ഈ ഉമ്മയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നു. വന്ന് വളരെയധികം സ്നേഹത്തോടെയൊക്കെ വരുന്നു. വന്നതിന് ശേഷം അപ്പുറത്തെ വീട്ടിൽ നിന്നും തേങ്ങ പൊട്ടിക്കാനാണെന്ന് പറഞ്ഞ് വാക്കത്തി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിക്രൂരമായിട്ട് ഒരു മനസ്സലിവും ഇല്ലാതെ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊല്ലുകയാണ്. വെട്ടിക്കൊന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ അവൻ ആ ഒരു കത്തി പുറത്ത് പൈപ്പിൻചോട്ടിൽ കൊണ്ടുവന്ന് കഴുകി ചോരയെല്ലാം കഴുകി കളഞ്ഞിട്ട് അവൻ ഒരു റൂമിൽ കയറി അടച്ചിരിക്കുന്നു. അങ്ങനെ അവനെ പോലീസ് പിടിച്ചു. നാട്ടുകാരൊക്കെ പറഞ്ഞ് അങ്ങനെ പോലീസ് പിടിച്ചു. ആ ഒരു ഉമ്മ തൽക്ഷണം തന്നെ മരിച്ചു. അവരുടെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് അതിന്റെ ബാക്കി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഈ ഒരു മകൻ എന്ന് പറയുമ്പോഴത്തേക്കും മയക്കുമരുന്നിനും അതുപോലെ ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമയായി പോയിരുന്നു. കാരണം അവന്റെ സ്വബോധം ഇല്ല അവന്. അപ്പൊ ഇന്ന് അവനെ പോലീസുകാരുടെ കസ്റ്റഡിയിലായിരുന്നു. അങ്ങനെ അവനെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അവൻ മാധ്യമങ്ങളെ നോക്കി കാണിച്ച ചില പ്രവർത്തികളുണ്ട്. കാരണം അവനൊരു കൂസലും ഇല്ല. കാരണം അവൻ ഇത്രയും വലിയൊരു തെറ്റ്, അല്ലെങ്കിൽ സ്വന്തം അമ്മയെ അവൻ ഈ ഒരു രീതിയിൽ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും ഒരു തരിമ്പ് പോലും മനസ്താപോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ, ഒരു കൂസലും ഇല്ലാതെ അവൻ പോലീസുകാരുടെ കൂടെ എന്നുള്ള സിമ്പിൾ ആയിട്ട് നടക്കുന്നു. അപ്പൊ നമുക്കറിയാം, ഇതുപോലുള്ള പ്രതികളെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മുടെ മീഡിയക്കാർ ഓൾറെഡി അവിടെ ഉണ്ടാകും. അപ്പൊ മീഡിയക്കാരുണ്ടായിരുന്നു. കാരണം ഇവന്റെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന സമയത്ത്, ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സമയത്ത് ഈ ജീപ്പിൽ കയറിയിരുന്ന്, പോലീസ് ജീപ്പിൽ കയറിയിരുന്നിട്ട് അവൻ മാധ്യമങ്ങളെ നോക്കി കാണിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. എന്തായാലും ഞാൻ ഒരു വീഡിയോ ഇതിനെ കൂടെ കൊടുക്കാം. അവൻ മാധ്യമങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഉമ്മ കൊടുക്കുന്ന പോലത്തെ ഒരു പ്രവൃത്തി അവൻ കാണിച്ചു. അപ്പൊ അതിന് അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം അവൻ ആ ഒരു ലഹരിയിൽ അഡിക്റ്റ് ആയി പോയി. അവന്റെ ഉമ്മയെ വേണ്ട. എന്നിട്ട് പോലീസുകാർ ചോദ്യം ചെയ്തു ഇവനെ പോലീസുകാർ കാര്യമായിട്ട് ചോദ്യം ചെയ്തു, എന്തിന്റെ പേരിലാണ് നീ നിന്റെ ഉമ്മയെ ഇതുപോലെ ഒരു ക്രൂരത ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്: എനിക്ക് ജന്മം തന്നതിന്റെ ശിക്ഷയാണ് ഞാൻ അവർക്ക് കൊടുത്തതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവൻ പറഞ്ഞതാണ്, എനിക്ക് ജന്മം തന്നതിന്റെ ശിക്ഷയാണ്, അതിനുള്ള ശിക്ഷയാണ് ഞാൻ അവർക്ക് കൊടുത്തതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ ഒരു മോനെ വളർത്തി, അവന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത്, എല്ലാത്തിനും വേണ്ടിയിട്ട് അവന് എന്താ പറയാ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഉമ്മയാണ്. അപ്പൊ നമുക്ക് അവിടെയുള്ള നാട്ടുകാരുടെ ആ ഒരു ഭാഗത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞത്, ഇവന് ഈ ഉമ്മയ്ക്ക് എന്താ പറയാ കുറച്ച് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇവന് വേണം എന്ന് പറഞ്ഞിട്ട് ഇവൻ കുറച്ച് വഴക്കുകൾ ഉണ്ടായിരുന്നു. ഓൾറെഡി ഇവൻ ലഹരി വസ്തുക്കളുടെയും അല്ലെ മയക്കുമരുന്നിനൊക്കെ അടിമയാണ്. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും അവന്റെ മാനസിക നില തന്നെ തെറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇവൻ പല പ്രാവശ്യം ഇതുപോലെ ഈ ഒരു ഉമ്മയെ അല്ലെ ഈ ഒരു അമ്മയെ കൊല്ലുമെന്ന് ഇവൻ ഭീഷണി നടത്തിയിരുന്നു. അങ്ങനെ ഇവന്റെ ഈ ഒരു സ്വഭാവ ദൂഷ്യം കൊണ്ട് അല്ലെ ഈ ഒരു ലഹരിയുടെ മയക്കുമരുന്നിന്റെ ഒക്കെ അമിത ഉപയോഗം കൊണ്ടായിരിക്കാം, അതെല്ലാം മാറാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ഇവനെ മാറ്റിയിരുന്നത്. അവിടെ നിന്ന് ഇവൻ വന്നതിന് ശേഷമാണ് ഇതുപോലൊരു ക്രൂരത ചെയ്തത്. ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവൻ എന്തായിരിക്കും നിയമം കൊടുക്കാൻ പോകുന്ന ശിക്ഷ? എന്തായിരിക്കും? കുറച്ച് നാൾ ജയിലിലിടും, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ ജയിലിലിടും, പിന്നെയും ഇവൻ പുറത്തിറങ്ങും. ഇതേ രീതിയിൽ തന്നെ മയക്കുമരുന്നും ലഹരിയൊക്കെ ഉപയോഗിച്ച് ഇവൻ പിന്നെയും ഇതുപോലെയൊക്കെ ആരെങ്കിലും വെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്യും. എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇവനൊക്കെ തൂക്കുകയറ് തന്നെ കൊടുക്കണം. കാരണം ആ ഒരു സ്ത്രീ, അവര് അത്രയും വലിയൊരു രോഗത്തിന് അടിപെട്ടിട്ടും അതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വേദന സഹിച്ചാണ് ആ ഒരു അമ്മ ജീവിച്ചിരിക്കുന്നത്. കാരണം അവരുടെ ആ ഒരു രോഗം മാറി അവർക്ക് ജീവിക്കണം. കാരണം അവരുടെ മകനുണ്ട്, ആ മകന് വേണ്ടിയിട്ട് അവർക്ക് ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് അവർ ആ ഒരു രോഗാവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ ആ ഒരു മോൻ ആ അമ്മയോട് ചെയ്ത കൊടും ക്രൂരത
ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇതുപോലെയൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഓർക്കും അവിടെയുള്ള ആ ഒരു നാട്ടുകാരുടെ അല്ലെ അവിടെയുള്ള അയൽവക്കക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അവരൊക്കെ എത്രത്തോളം ഞെട്ടിയിട്ടുണ്ടാവും അല്ലേ? ആ ഒരു കാഴ്ച കണ്ടവരുണ്ടാവും. ഒരു അമ്മയെ അത്ര ക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിട്ടിരിക്കുന്നത് കണ്ട ആൾക്കാരുണ്ടാവും. എങ്ങനെ സഹിക്കും? അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? എന്നിട്ടും ഒരു കൂസലും ഇല്ലാതെ പോലീസുകാരുടെ കൂടെ നല്ല സിമ്പിളായിട്ട് അവന് ഒരു പ്രശ്നവും ഇല്ല. അവൻ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ അവൻ പോലീസുകാരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ദയവേത് ഇതുപോലുള്ള ക്രൂരതകൾ ചെയ്യുന്നത് അവന്മാർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ. അതായത് തൂക്കുകയറ് തന്നെ കൊടുക്കണം. നമ്മുടെ നിയമം മാറണം. നമ്മുടെ നിയമങ്ങൾ ഇനി മാറിയേ പറ്റുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന ക്രൂരതകൾ നമ്മൾ കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചേന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ തന്നെ ഒരു മയക്കുമരുന്നിനും ലഹരിക്കൊക്കെ അടിമയായിട്ടുള്ള ഒരുത്തനാണ് 3 ജീവനുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് 3 ജീവനുകൾ ഇല്ലാതാക്കിയത്. അപ്പൊ അതുപോലെ ഇതുപോലെ ഈ മയക്കുമരുന്നിനും അതുപോലെ ഇതിനൊക്കെ അടിമപ്പെട്ടവരെ ഇവർ ഇതുപോലുള്ള ക്രൂരതകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കൊലപാതകങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ, നിയമം അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷയാണ്. അവരെ ഒന്നും ഈ ഭൂമിയിൽ അവർക്ക് ജീവിക്കാനുള്ള അർഹതയില്ല. കാരണം ഒരാളുടെ ജീവൻ എടുത്തിട്ട് ഒരു ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ എന്താ പറയാ, ഒരു നിസ്സാരമായിട്ട് കൊല്ലുകയാണ്. ഒരു മനുഷ്യനെയൊക്കെ ഇത്ര ഇതായിട്ട് എങ്ങനെ കൊല്ലാൻ തോന്നുന്നു? അതും വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എനിക്ക് പറയാനുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥകളോടാണ്. കാരണം ഇതുപോലെ ചെയ്യുന്ന ക്രൂരതകൾ ചെയ്യുന്നത്, അത് മകനായിക്കോട്ടെ ആരായിക്കോട്ടെ, അവർക്കൊക്കെ കൊടുക്കേണ്ട ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ തന്നെ കൊടുക്കണം. കാരണം ഇനിയൊന്നും ഇവനൊന്നും പുറത്തിറങ്ങരുത്. ഇവനൊന്നും ജയിലിൽ പോലും ജീവിക്കാനുള്ള അവകാശമില്ല. ഇപ്പൊ ഇവൻ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തെങ്കിലും ഇവനെ ജയിലിലിട്ടാലും അവിടെ അവൻ ജീവിക്കുകയല്ലേ. അവൻ ആഹാരം കിട്ടും, സമയത്തിന് ആഹാരം കിട്ടും, ഉണ്ടുറങ്ങി അവൻ ജീവിക്കുന്നു. അതെന്ത് ശിക്ഷയാണ്? ശിക്ഷയെന്ന് കഴിഞ്ഞാൽ ഇതിനൊക്കെ കൊടുക്കേണ്ട ശിക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷ, തൂക്കുകയറ് തന്നെ കിട്ടണം. അങ്ങനെയുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ള നിയമങ്ങൾ വരണം. അങ്ങനെയുള്ള നിയമങ്ങൾ വന്നാൽ മാത്രമേ ഇനിയെങ്കിലും ഇതുപോലുള്ള ക്രൂരതകൾ, കൊലപാതകങ്ങളൊക്കെ നടക്കാതിരിക്കുകയുള്ളൂ. എനിക്കതേ പറയാനുള്ളൂ. പക്ഷെ ഇതൊന്നും നമ്മുടെ ഈ ഒരു നിയമവ്യവസ്ഥിതി ഒന്നും മാറാൻ പോകുന്നില്ല. ഇനിയും ഇതുപോലുള്ള കൊടും ക്രൂരതകളും കൊലപാതകങ്ങളും ഒക്കെ നമ്മൾ കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും. കാരണം അതുപോലെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മയക്കുമരുന്നിന്റെയും ലഹരിയുടെയൊക്കെ ഉപയോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഇതുപോലുള്ള ഓരോരോ ആൾക്കാർ, അല്ലെങ്കിൽ ഇതിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ എനിക്ക് പറയാനുള്ള, ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുന്നതിന് മുന്നേ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ, കർശനമായിട്ടുള്ള നടപടികൾ, നിയമങ്ങൾ മാറണം. ഇവർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള ശിക്ഷാവിധികൾ വരണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, നമ്മുടെ ഈ ഒരു നിയമം മതിയോ? ഇതുപോലുള്ള കൊടും ക്രൂരതകൾ ചെയ്യുന്നവന്മാരെ കുറെ വർഷങ്ങൾ ജയിലിട്ട് തീറ്റുപോറ്റിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? നിങ്ങൾ തന്നെ പറയൂ. എന്താണ് ഇവന്മാർക്കൊക്കെ കൊടുക്കേണ്ട ശിക്ഷ എന്നുള്ളതൊന്ന് കമന്റെങ്കിലും ചെയ്യൂ.